ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീരിയസ് കിച്ചൻ. ഇന്ന് അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ. പരിപ്പ് കുറച്ച് വറുത്തിട്ടുണ്ട്, കുറച്ചേ വറുത്തിട്ടുള്ളൂ കേട്ടോ. നല്ലോണം മൊരിയുന്ന പോലെ ഒന്നും വറുത്തിട്ടില്ല. ഇതിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു ഉണ്ട വെളുത്തുള്ളി ഉണ്ട്, അതും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കാം. ഇതിൽ കറിവേപ്പില 2 തണ്ട്, പിന്നെ ഒരു ഇച്ചിരി മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്, അതും ഒന്ന് വറുത്ത് കൊടുക്കാം. ഇട്ടിട്ട് നമുക്ക് അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് നുള്ളി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട്, ലാസ്റ്റ് പറയാം. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഒരു വിസിലടുപ്പിക്കാം. പരിപ്പ് വറുത്തത് കൊണ്ടൊന്നും വെന്ത് ഉടയുമൊന്നുമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മതി മല്ലിപ്പൊടി. പുളി എടുത്തിട്ടുണ്ട് ഇത്ര. വെള്ളം ഒഴിക്കാം. പച്ചക്കറിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് പച്ചക്കറി വേണമെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്, അത് നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെണ്ടക്ക ഇട്ട് കൊടുക്കാം. വെണ്ടക്ക വറുത്തെടുക്കാം കേട്ടോ. നല്ലോണം വെണ്ടക്ക നല്ലോണം പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടീനെ. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. നല്ല വഴറ്റി കൊടുക്കാം. എല്ലാം വറുത്തെടുക്കാം കേട്ടോ. നല്ലോണം വറുത്തിട്ട് ആർക്കോ കൊടുത്ത കടമായി തക്കാളി ഇട്ടിട്ടുണ്ട്, ഇത് വറുത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ എടുത്ത് വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം. നല്ലോണം വറുക്കാം. നല്ല മണം വരുന്നുണ്ട്. അല്ലടി, നല്ല മണം വരുന്നില്ലേ? സാമ്പാറിൻ്റെ മണം. ഉപ്പിട്ട് കൊടുക്കാം. മസാല എല്ലാം ഇട്ടിട്ട് നല്ലോണം വറുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് പരിപ്പ് കണ്ടില്ലേ, നമ്മൾ പരിപ്പ് വെന്തിട്ടുണ്ട്. നമ്മൾ ഇതിട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ വെന്ത് ഉടയാണ്ട് പരിപ്പ് കടിക്കാൻ ഇങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. എനിക്ക് വെന്ത് ഉടയുന്ന ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഉണ്ടാവണം പരിപ്പ്, ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ വേണ്ടുന്നവർക്ക് ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ മതി. വെന്ത് ഉടയണമെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ഞാനിത് 2 വിസിലേ അടിച്ചിട്ടുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഒരു 4 വിസിലോ 4-5 വിസിലോ അടിച്ചാൽ നല്ലോണം വെന്ത് ഉടയും. അങ്ങനെയും ആക്കാം കേട്ടോ. വറുത്തിട്ട് തന്നെ വെന്ത് ഉടയണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ മതി. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുമല്ലോ, അപ്പോൾ പിന്നെ കുറച്ചും കൂടി വേവും. ഇത് കളയും. വെള്ളം ഒഴിക്കട്ടെ. വെള്ളമായി. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം.
ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലോണം തിളയ്ക്കുന്നുണ്ട്. മിക്സാക്കാം, അല്ല ഇളക്കി കൊടുക്കാം. കഷ്ണം വെന്തിട്ടില്ല കേട്ടോ, വേവട്ടെ. കറി ഇവിടെ നല്ലോണം തിളച്ചതായിട്ടുണ്ട്, വെന്തിട്ടുണ്ടാവും. നോക്കാം, അല്പം കൂടി വേവാനുണ്ട്, വേവട്ടെ. സാമ്പാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പുളി, വാളംപുളി കലക്കിയത് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ കുറച്ച് പരിപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതില്ലേ, പരിപ്പ് കൂട്ടാണ്ട് ഗ്യാസ് ട്രബിൾ ഉള്ളവർക്ക് ഇതുപോലെ പരിപ്പ് ഇടാണ്ട് വേണമെങ്കിൽ നമുക്കിത് സാമ്പാർ ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. പരിപ്പ് വേണമെന്നില്ല. അപ്പം ഞാൻ ഇച്ചിരി ഇട്ടതാണ്, കായം നല്ലോണം ഇടാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇഡ്ഡലി, ദോശ, ചോറിൻ്റെ കൂടെ എല്ലാം തിന്നാൻ നല്ല കറിയാണ്. നമ്മൾ തേങ്ങ വറുത്തരയ്ക്കണമെന്നില്ല, പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പുളിയിട്ട് നമ്മൾ സാമ്പാർ നല്ലോണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ. സാമ്പാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി തിളക്കട്ടെ. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വറുത്തിടാം കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ശരി, 1.5 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. തീ ഓഫാക്കി കൊടുത്തിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റിലൊരു സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. താങ്ക് യു.